PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇന്നിപ്പോൾ രണ്ടാമതായിട്ട് ലാബ് അസിസ്റ്റന്റിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആകെ 2 ജില്ലയുടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരെണ്ണം ഇടുക്കി ജില്ലയുടെയാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ 447/2023 ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇടുക്കി. അതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 രൂപ വരെയുള്ള പോസ്റ്റിലേക്കുള്ള എലിജിബിലിറ്റി ലിസ്റ്റ്, അതായത് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മെയിൻ എക്സാമിനേഷൻ 10th ലെവലിൻ്റെ എഴുതാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, 4 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ പരീക്ഷ 10th ലെവൽ പരീക്ഷ പ്രിലിമിനറി എക്സാം നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ PSCയുടെ വെബ്സൈറ്റിൽ ഈ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് വളരെയധികം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. അതായത് ജൂൺ 21-ാം തീയതി ആണല്ലോ മെയിൻ എക്സാമിനേഷൻ. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പേഴ്സ് ഇവിടെ തന്നിരിക്കുന്നത് ന്യൂമറിക്കൽ സീക്വൻസിലാണ്, അല്ലാതെ അത് സ്കോറിൻ്റെയോ മാർക്കിൻ്റെയോ അടിസ്ഥാനത്തിലല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ക്രൈറ്റീരിയ ആണ്. റാങ്ക് ലിസ്റ്റ് ഒന്നും ഇതിൽ ഇതാവില്ല. മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. ഇനി ഈ OMR കോമൺ പ്രിലിമിനറി എക്സാം 10th ലെവലിൻ്റെ OMR പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് സ്റ്റാൻഡർഡൈസേഷന് ശേഷം ആ പ്രിലിമിനറി OMR ടെസ്റ്റിൽ 40.77 മാർക്കും അതിന് മുകളിലും കിട്ടിയവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഇടുക്കി ജില്ലയുടെ ലാബ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 40.77 മാർക്കാണ്. ഇനി റിസർവേഷൻ കമ്മ്യൂണിറ്റീസിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ഈ കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് അവരുടെ വേണ്ടത്ര പ്രാതിനിധ്യം ഇതിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ അവരുടെ ക്ലെയിം പ്രൂവ് ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS ഇതുള്ളവർ EWS സർട്ടിഫിക്കറ്റോ ഒക്കെ 1 ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെയും മാർക്ക് കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരും അവരുടെ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള വാലിഡ് ഡോക്യുമെന്റ്സ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയണത് ഈ കിട്ടിയേക്കണ മാർക്ക്, അതായത് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തില്ല. അത് ഫൈനൽ എക്സാമിനേഷന് എഴുതാൻ വേണ്ടി മാത്രം, അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ഉദ്യോഗാർത്ഥിയായാലും ആ ഡോക്യുമെന്റ്സ് ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിലവിലെ പ്രൊസീജിയർ പ്രകാരം ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം. ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ PSCയുടെ വെബ്സൈറ്റിൽ കൂടെ അപേക്ഷിക്കുക. 85 രൂപ ഫീസ് അടച്ചിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അതിനിവിടെ ഏത് ഹെഡ് ഓഫ് അക്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. ആ രീതിക്കുള്ള ഇത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കണത്. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ, അതായത് 28/5/2025 അതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. വേറെ രീതിയിലുള്ള ആപ്ലിക്കേഷനൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 335 രൂപ, അതായത് OMR ആൻസർ ഷീറ്റിന്റെ പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും ഫോട്ടോ കോപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 335 രൂപ പേയ്മെന്റ് ആയിട്ട് പോർട്ടൽ വഴി, അതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ആ ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് PSCയുടെ ഇതിലുണ്ട്. അത് കൂടെ ഉള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കുള്ളൂ, അല്ലാത്തതൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും 15 ദിവസത്തിനുള്ളിൽ, അതായത് 28/5/2025 അന്നോ അതിന് മുമ്പോ ഉള്ളത് മാത്രം. പിന്നെ ഡിഫക്റ്റ് ഉള്ള ആപ്ലിക്കേഷനൊന്നും ഇഷ്യൂ ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിഫക്റ്റ് ഉള്ള ആൻസർ ഷീറ്റ്, OMR ആൻസർ ഷീറ്റ് ഇഷ്യൂ ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇടുക്കി ജില്ലയുടെ
ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. ഓക്കെ, താങ്ക് യു.